ഹലോ ഫ്രണ്ട്സ്, വെൽക്കം ടു ഓൾ. ഈ ഒരു സെഷനിൽ നമ്മൾ പറയാൻ പോകുന്നത് ഇൻഡക്ഷൻ മോട്ടോറിൻ്റെ ക്യാരക്ടറിസ്റ്റിക്സിനെ പറ്റിയിട്ടാണ്. അപ്പോൾ ഇൻഡക്ഷൻ മോട്ടോറിൻ്റെ സ്ലിപ്പ്, ടോർക്ക്, അതുപോലെ ലോഡ് ഒക്കെ ക്യാരക്ടറിസ്റ്റിക്സ് എക്സ്പ്ലെയിൻ ചെയ്യുന്ന ഒരു സെക്ഷൻ ആയിരിക്കും ഇത്. അപ്പോൾ ആദ്യമായിട്ട് തന്നെ ഇൻഡക്ഷൻ മോട്ടറിൽ സ്ക്വിറൽ കേജ് ഇൻഡക്ഷൻ മോട്ടറിൻ്റെ ക്യാരക്ടറിസ്റ്റിക്സിനെ പറ്റിയിട്ടാണ് എക്സ്പ്ലെയിൻ ചെയ്യുന്നത്. സ്ക്വിറൽ കേജ് ഇൻഡക്ഷൻ മോട്ടർ എങ്ങനെയാണ് ഡിസൈൻ ചെയ്തിട്ടുള്ളതെന്ന് നമുക്കറിയാം. എങ്ങനെയാണ് സാധാരണ ഒരു സ്റ്റേറ്റർ ഉണ്ടായിരിക്കും. 3 ഫേസ് ആണെങ്കിൽ 3 ഫേസ് മാഗ്നറ്റിക് ഫീൽഡ് നൽകാൻ സാധിക്കുന്ന ഒരു സ്റ്റേറ്റർ അതിനുണ്ടാവും, അതായത് മാഗ്നറ്റിക് ഫീൽഡ് അതിനുണ്ടാവും. അത് കൂടാണ്ട് ഒരു റോട്ടർ ഉണ്ടാവും. പക്ഷേ ഈ റോട്ടറിൻ്റെ പ്രത്യേകത എന്താണ്? റോട്ടർ സ്റ്റീൽ ബാർ കൊണ്ട്, അല്ലെങ്കിൽ സ്റ്റീൽ ബാർ എന്നല്ല, ഒരു നിശ്ചിത സൈസിലുള്ള കണ്ടക്ടർ ബാറുകൾ കൊണ്ട് ഒരു കേജ് പോലെ, ഒരു കൂട് പോലെ ഉണ്ടാക്കിയിട്ടുള്ളതായിരിക്കും. അതായത് സ്ക്വിറൽ കേജ് പോലെ ഒരു കൂട് പോലെ ഉണ്ടാക്കിയിട്ടുണ്ടായിരിക്കും. ആ കൂടിൻ്റെ പ്രത്യേകത എന്ന് പറഞ്ഞാൽ 2 എൻഡിലും 2 റിങ്ങുകൾ കൊണ്ട് ഘടിപ്പിച്ചതായിരിക്കും വരുന്നത്. അപ്പോൾ ആ രീതിയിലാണ് വരിക, സ്ക്വിറൽ കേജ് ഇൻഡക്ഷൻ മോട്ടോർ നിർമ്മിച്ചിട്ടുള്ളത്. അതുകൊണ്ട് തന്നെ ഇതിൻ്റെ വർക്കിംഗ് മെക്കാനിസം പറയുമ്പോൾ നമുക്ക് ആദ്യം നമ്മൾ സപ്ലൈ കൊടുക്കുന്ന സമയത്ത് ഒരു 3 ഫേസ് സപ്ലൈ കൊടുക്കുകയാണെന്നുണ്ടെങ്കിൽ, 3 ഫേസ് ഇൻഡക്ഷൻ മോട്ടറിന് 3 ഫേസ് സപ്ലൈ കൊടുക്കുമ്പോൾ അതിനുള്ളിൽ, സ്റ്റേറ്ററിനുള്ളിൽ ഒരു മാഗ്നറ്റിക് ഫീൽഡ് ഉണ്ടാകും. പക്ഷേ ഈ മാഗ്നറ്റിക് ഫീൽഡിൻ്റെ പ്രത്യേകത എന്ന് പറഞ്ഞാൽ നമ്മൾ AC സപ്ലൈ ആണ് കൊടുക്കുന്നത്. ഇൻഡക്ഷൻ മോട്ടറുകളൊക്കെ ACയിലാണ് വർക്ക് ചെയ്യുന്നത്. അപ്പോൾ AC സപ്ലൈ കൊടുക്കുമ്പോൾ ഫ്രീക്വൻസി ഒരു സെക്കൻഡിൽ 50 പ്രാവശ്യം മാറുന്നുണ്ട്. അപ്പോൾ ആ മാറ്റത്തിൻ്റെ അതേപോലെ തന്നെ മാഗ്നറ്റിക് ഫീൽഡുകളും ഒരു സെക്കൻഡിൽ തന്നെ 50 പ്രാവശ്യം. അപ്പോൾ ഓരോ സെക്കൻഡിലും ഓരോ ഫേസും 50 പ്രാവശ്യം മാറുന്നുണ്ട്. അപ്പോൾ നമുക്ക് കാണാൻ കഴിയുന്നത് എന്താ വെച്ചാൽ 50 വട്ടം, ഒരു സെക്കൻഡിൽ തന്നെ 50 വട്ടം സൈക്കിൾ ചെയ്യുന്ന, അതായത് കറങ്ങുന്ന ഒരു മാഗ്നറ്റിക് ഫീൽഡിനെ ആയിരിക്കും കാണുന്നത്. അപ്പോൾ അതാണ് റൊട്ടേറ്റിംഗ് മാഗ്നറ്റിക് ഫീൽഡ് കോസ്ഡ് ഇൻസൈഡ് ദി സ്റ്റേറ്റർ എന്ന് പറയുന്നത്. നമ്മൾ സപ്ലൈ കൊടുക്കുമ്പോൾ സ്റ്റേറ്ററിനകത്ത്, തിരിയാത്ത ഭാഗത്തിനകത്ത് നമുക്ക് കാണാൻ കഴിയുന്നത് എന്താണ്? ഒരു റൊട്ടേറ്റിംഗ് മാഗ്നറ്റിക് ഫീൽഡ് ക്രിയേറ്റ് ആവുന്നു എന്നാണ്. ഈ മാഗ്നറ്റിക് ഫീൽഡിൻ്റെ ഉള്ളിലാണ് നമ്മൾ നേരത്തെ പറഞ്ഞിട്ടുള്ള കണ്ടക്ടറുകൾ, സർക്കുലർ റിങ്ങുകളുടെ 2 എൻഡുകളിൽ ആയിട്ട് കണ്ടക്ടർ ബാർസ് കണക്ട് ചെയ്തിട്ട് ഒരു കൂട് പോലെ ഉണ്ടാക്കിയിട്ടുണ്ടാവും. അപ്പോൾ അങ്ങനത്തെ ആ ഒരു സ്ട്രക്ചറിൽ എന്താണ് സംഭവിക്കുന്നത്? ഈ റൊട്ടേറ്റിംഗ് മാഗ്നറ്റിക് ഫീൽഡിൻ്റെ ഉള്ളിൽ നമ്മൾ ഒരു കണ്ടക്ടർ വെച്ച് കഴിഞ്ഞാൽ അതിൻ്റെ മുകളിൽ ഇൻഡ്യൂസ്ഡ് EMF ഉണ്ടാവും. അപ്പോൾ EMF ഉണ്ടാവുക എന്ന് പറഞ്ഞാൽ സാധാരണ ഫാരഡേൻ്റെ നിയമം അനുസരിച്ചിട്ട് തന്നെ ഒരു മാഗ്നറ്റിക് ഫീൽഡിൽ, റൊട്ടേറ്റിംഗ് മാഗ്നറ്റിക് ഫീൽഡ്, അതായത് വേരി ചെയ്തുകൊണ്ടിരിക്കുന്ന, മാറ്റം വന്നുകൊണ്ടിരിക്കുന്ന ഒരു മാഗ്നറ്റിക് ഫീൽഡിനകത്ത് നമ്മളൊരു ചാലകം വെച്ച് കഴിഞ്ഞാൽ ആ ചാലകത്തിൽ വൈദ്യുതി വോൾട്ടേജ് ഇൻഡ്യൂസ് ചെയ്യും. ഇൻഡ്യൂസ്ഡ് വോൾട്ടത എന്നൊക്കെ പറയുന്നതായിട്ട് നമ്മൾ പറഞ്ഞിട്ടുണ്ട്. അപ്പോൾ അതേപോലെ തന്നെ അതിനകത്തൊരു ഇൻഡ്യൂസ്ഡ് വോൾട്ടേജ് ഉണ്ടാവും. ഏതിനകത്താണ്? ഈ കണ്ടക്ടർ, കേജ് പോലത്തെ സ്ട്രക്ചറുള്ള ഈ കണ്ടക്ടറിനകത്ത് എന്തുണ്ടായിരിക്കും? വൈദ്യുതി ഇൻഡ്യൂസ് ആവും. അപ്പോൾ ആ ഇൻഡ്യൂസ് ആയ വൈദ്യുതി അതിലൂടെ ഒഴുകാൻ തുടങ്ങും. കാരണം അത് നമ്മൾ സർക്യൂട്ടിൽ വേറെ എവിടെയും കണക്ട് ചെയ്തിട്ടില്ലെങ്കിലും അത് തമ്മിൽ സർക്യൂട്ടുകളായിട്ട് കണക്ട് ചെയ്തിട്ടുണ്ട്. സർക്യൂട്ടുകളായിട്ടെന്ന് പറഞ്ഞാൽ ക്ലോസ്ഡ് ആയിട്ടുള്ള സൈക്കിളുകളാണ് ആ കണ്ടക്ടർ ബാർ ഉണ്ടാവുക. അപ്പോൾ അതുകൊണ്ട് തന്നെ അതിലൂടെ കറണ്ട് ഒഴുകാൻ തുടങ്ങിക്കഴിഞ്ഞാൽ, ഒരു കണ്ടക്ടറിലൂടെ കറണ്ട് ഒഴുകുന്നുണ്ട്, ആ കണ്ടക്ടർ ഇരിക്കുന്നത് വേറൊരു മാഗ്നറ്റിക് ഫീൽഡിലാണ്. അപ്പോൾ ഈ രണ്ടിൻ്റെയും കാരണം, അതായത് ഇങ്ങനത്തെ 2 പ്രതിഭാസം സംഭവിക്കുന്നതുകൊണ്ട് ഈ റോട്ടർ എന്ന് പറഞ്ഞാൽ നമ്മൾ കേജ് മോഡൽ നമ്മൾ ഘടിപ്പിച്ച് വെച്ചിരിക്കുന്ന ഈ ഒരു സെക്ഷൻ തിരിയാൻ തുടങ്ങും. അപ്പോൾ തിരിയാൻ തുടങ്ങുക എന്ന് പറയുമ്പോൾ, ഇത് തിരിയുന്നത് ആദ്യം സ്റ്റേറ്റർ ഏത് സൈഡിലേക്കാണോ, അതായത് ക്ലോക്ക് വൈസോ ആൻറ്റി ക്ലോക്ക് വൈസോ, ഏത് ദിശയിലാണോ തിരിയുന്നത് അതിൻ്റെ അതേ ദിശയിൽ തന്നെയായിരിക്കും തിരിയുന്നത്. പിന്നെ സ്റ്റേറ്ററിനുണ്ടാവുന്ന സ്പീഡ് എന്ന് പറയുന്നത് നമ്മൾ അപ്ലൈ ചെയ്യുന്ന സപ്ലൈ നമ്മൾ കൊടുക്കുന്നുണ്ട്. അപ്പോൾ അതിൻ്റെ സപ്ലൈയിൽ വരുന്ന ഫ്രീക്വൻസിൻ്റെ അടിസ്ഥാനത്തിലായിരിക്കും ആ സ്പീഡ് വരുന്നത്. അപ്പോൾ ആ സ്പീഡിനോളം എത്തുന്നില്ലെങ്കിലും റോട്ടർ അതിനേക്കാൾ കുറച്ച് കുറവുണ്ടായിരിക്കും. ആ കുറവ് ഉണ്ട് എന്നുണ്ടെങ്കിലാണ്, അല്ലെങ്കിൽ കുറവ് ആയിട്ട് പ്രവർത്തിക്കുന്നതിനെയാണ് ഇൻഡക്ഷൻ മോട്ടറിൻ്റെ വർക്കിംഗ് മെക്കാനിസം പറയുന്നത്. അപ്പോൾ ഒരു ഇൻഡക്ഷൻ മോട്ടോർ വർക്ക് ചെയ്യുന്ന സമയത്ത് റൊട്ടേറ്റിംഗ് മാഗ്നറ്റിക് ഫീൽഡ് ഉണ്ടാവുന്നുണ്ട്. ആ റൊട്ടേറ്റിംഗ് മാഗ്നറ്റിക് ഫീൽഡ് അത് കറങ്ങിക്കൊണ്ടിരിക്കുക എന്നല്ല, മാഗ്നറ്റിക് ഫീൽഡ് റൊട്ടേറ്റ് ചെയ്യാമെന്ന് മാത്രമേ ഉള്ളൂ. അപ്പോൾ സ്റ്റേറ്റർ ഒരു റൊട്ടേറ്റിംഗ് മാഗ്നറ്റിക് ഫീൽഡ് ഉണ്ടാക്കുന്നുണ്ട്.
അതിൻ്റെ അതേ സ്പീഡിനോട് കുറച്ച് താഴെയായിട്ട്, അതായത് എത്രയാണോ റൊട്ടേറ്റിംഗ് മാഗ്നറ്റിക് ഫീൽഡിൻ്റെ സ്പീഡ് വരുന്നത് അതിന് കുറച്ച് താഴെയായിട്ട് റൊട്ടേറ്റിംഗ് മാഗ്നറ്റിക് ഫീൽഡിൻ്റെ അതേ ദിശയിൽ തന്നെ തിരിയാനാണ് റോട്ടറിൻ്റെ സ്വഭാവം വരിക ഒരു ഇൻഡക്ഷൻ മോട്ടറിൽ. അപ്പോൾ ഇങ്ങനെയാണ് ഇൻഡക്ഷൻ മോട്ടോർ പ്രവർത്തിക്കുന്നത്. ഇപ്പോൾ ഈ മോട്ടോർ തിരിയുന്നതുകൊണ്ട് തന്നെ ഈ ആർമേച്ചർ ഘടിപ്പിച്ചിരിക്കുന്ന നമുക്ക് ഷാഫ്റ്റിൽ വെക്കുകയാണെങ്കിൽ ഷാഫ്റ്റ് തിരിയുന്നുണ്ടാവും. അപ്പോൾ ആ ഷാഫ്റ്റിൽ നമുക്ക് ലോഡൊക്കെ കണക്ട് ചെയ്ത് നമുക്ക് ബാക്കിയുള്ള ഉപകരണങ്ങളൊക്കെ റൺ ചെയ്യിക്കാനേ പറ്റും. അപ്പോൾ ഇതാണ് ഇൻഡക്ഷൻ മോട്ടറിൻ്റെ പ്രവർത്തനം, അതായത് സ്ക്വിറൽ കേജ് ഇൻഡക്ഷൻ മോട്ടറിൻ്റെ പ്രവർത്തനം. അപ്പോൾ ഇതിൽ നമ്മൾ ഈ പറയാൻ പോകുന്നത് സ്ലിപ്പ് എന്താണെന്നുള്ളതാണ്. സ്ലിപ്പ് എന്ന് പറഞ്ഞാൽ ഞാൻ പറഞ്ഞു, തിരിഞ്ഞുകൊണ്ടിരിക്കുന്ന റൊട്ടേറ്റിംഗ് ആയിട്ട് വരുന്ന മാഗ്നറ്റിക് ഫീൽഡും റോട്ടറിൻ്റെ കറക്കവും തമ്മിലൊരു ചെറിയ സ്പീഡ് വ്യത്യാസം ഉണ്ടെന്ന് പറഞ്ഞു. ആ സ്പീഡ് വ്യത്യാസത്തിൻ്റെ റേഷ്യോനെയാണ്, അനുപാതത്തിനെയാണ് നമ്മൾ എന്തെന്ന് പറയുന്നത്, സ്ലിപ്പ് എന്ന് പറയുന്നത്. എത്ര ശതമാനത്തിൽ കുറവായിട്ടാണ് അത് ഓടുന്നത് അല്ലെങ്കിൽ അത് വർക്ക് ചെയ്യുന്നത് എന്നുള്ള അറിവ് തരുന്നതാണ് സ്ലിപ്പ് എന്ന് പറഞ്ഞാൽ. അപ്പോൾ സ്ലിപ്പിനുള്ള ഇക്വേഷൻ നമ്മളിവിടെ എഴുതിയിട്ടുണ്ട്. അതിന് മുന്നേ എന്തൊക്കെയാണ് സ്ലിപ്പ് എന്നുള്ളത്, ക്യാരക്ടറിസ്റ്റിക്സ്, ഏത് ക്യാരക്ടറിസ്റ്റിക്സ് ആണ് പറയുന്നത് എന്നുള്ളതൊക്കെ പറയാം. അപ്പോൾ ഇൻഡക്ഷൻ മോട്ടറിൻ്റെ ഓപ്പറേഷൻ ഓഫ് ആൻ ഇൻഡക്ഷൻ മോട്ടർ ഈസ് ഇൻ സച്ച് എ വേ ദാറ്റ് ദ സ്റ്റേറ്റർ റൊട്ടേറ്റ് ചെയ്യുന്നുണ്ടാവും. അതിൻ്റെ തൊട്ട് പിന്നിലായിട്ട് റോട്ടർ വരുന്നുണ്ടാവും. അപ്പോൾ സ്റ്റേറ്റർ റൊട്ടേറ്റ് ചെയ്യുന്ന ഈ സ്പീഡിനെ നമ്മൾ വിളിക്കുന്ന പേര് സിങ്ക്രണസ് സ്പീഡ് എന്നാണ്. കാരണം സിങ്ക്രണസ് സ്പീഡ് എന്ന് വിളിക്കാനുള്ള കാരണം എന്താ വെച്ചാൽ നമ്മൾ സപ്ലൈ വോൾട്ടേജ് കൊടുക്കുന്നുണ്ട്, ആ വോൾട്ടേജിൽ വരുന്ന ഫ്രീക്വൻസി കൊണ്ടാണ് ഈ ഒരു 3 ഫേസ് മീൻസ് എന്ത് വരുന്നത്, റൊട്ടേറ്റിംഗ് മാഗ്നറ്റിക് ഫീൽഡ് അവിടെ ഉണ്ടാകുന്നു. അപ്പോൾ അതുകൊണ്ട് തന്നെ അതിനെ സിങ്ക്രണസ് സ്പീഡ് എന്ന് വിളിക്കും. അപ്പോൾ ആ സിങ്ക്രണസ് സ്പീഡിൽ കുറവായിട്ട് റോട്ടർ ഓടുന്നതിനെ ആക്ച്വൽ റോട്ടർ സ്പീഡ് എന്നും പറയും. അപ്പോൾ ഈ 2 സ്പീഡുകളാണ് ഒരു ഇൻഡക്ഷൻ മോട്ടറിൽ രേഖപ്പെടുത്താനുള്ളത്. ഈ സ്പീഡുകൾ തമ്മിലുള്ള റേഷ്യോനെയാണ് നമ്മൾ എന്തെന്ന് വിളിക്കുന്നത്, സ്ലിപ്പ് എന്ന് വിളിക്കുന്നത്. അപ്പോൾ ഇനി വേറെ ഒരു സംഗതി എന്താണെന്ന് വെച്ചാൽ ഈ ടോർക്കും സ്പീഡും ഒക്കെ ഡിപ്പെൻഡ് ചെയ്തിരിക്കുന്നത്, ഇൻഡക്ഷൻ മോട്ടോറിൽ ഡിപ്പെൻഡ് ചെയ്തിരിക്കുന്നത് ഈ ഒരു സ്ലിപ്പിനെയാണ്. അതൊക്കെ ഇനി അടുത്ത സെക്ഷനിലായിട്ട്, ഈ സെക്ഷനിൽ തന്നെ അടുത്തതിനായിട്ട് പറയും. അപ്പോൾ എന്താണ് സ്പീഡ്, ടോർക്ക്, സ്ലിപ്പ് ക്യാരക്ടറിസ്റ്റിക്സ് എന്നുള്ളത് നോക്കാം. അതിൻ്റെ ഫലമായിട്ട് ഇൻഡക്ഷൻ മോട്ടോറിൻ്റെ സിങ്ക്രണസ് സ്പീഡും റോട്ടറിൻ്റെ ആക്ച്വൽ സ്പീഡും NSഉം Nഉം ആണെന്നുണ്ടെങ്കിൽ നമുക്ക് സ്ലിപ്പിനുള്ള ഒരു ഇക്വേഷൻ പറയാൻ പറ്റും. സ്ലിപ്പ് എന്ന് പറഞ്ഞാൽ സ്ലിപ്പ് പെർസെൻറ്റേജ് ഈസ് ഈക്വൽ ടു NS മൈനസ് N/NS എന്നുള്ള ഒരു ഇക്വേഷൻ നമുക്ക് അവിടെ ചെയ്യാൻ പറ്റും. അപ്പോൾ അതിൽ സിങ്ക്രണസ് സ്പീഡാണ് NS എന്നും N എന്ന് പറഞ്ഞാൽ റോട്ടറിൽ മാത്രം ഉണ്ടാകുന്ന സ്പീഡാണ്. ഇനി വേറൊരു സംശയം പറയാം. ഇപ്പോൾ റോട്ടറിൽ നമ്മളൊരു ലോഡ് കൊടുക്കുകയാണ്. ലോഡ് കൊടുക്കുക എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ റോട്ടർ സാധാരണ വെറുതെ തിരിഞ്ഞുകൊണ്ടിരിക്കുന്ന സമയത്ത് ഈ ഒരു സ്ലിപ്പിൻ്റെ വാല്യൂ നമുക്കൊരു പ്രത്യേക വാല്യൂ ആയിരിക്കും എന്ന് വിചാരിക്കുക. പക്ഷേ മോട്ടോറിൽ നമ്മൾ ലോഡ് കൊടുക്കാൻ പോവാണ്. ലോഡ് കൊടുക്കുക എന്ന് വെച്ചാൽ നമ്മൾ മോട്ടോറിൻ്റെ ഷാഫ്റ്റുമ്പോൾ ബെൽറ്റ് ഇട്ടിട്ട് വേറൊരു കറങ്ങുന്ന യന്ത്രത്തിലേക്ക് പിടിപ്പിച്ചു. അപ്പോൾ മോട്ടോർ തിരിയുമ്പോൾ ഈ യന്ത്രവും തിരിയണം. അതായത് മോട്ടോറിൻ്റെ പണി എന്താ വെച്ചാൽ ഈ യന്ത്രത്തെയും കൂടി തിരിക്കണം എന്നാണ്. അപ്പോൾ എന്താണ്, ഈ യന്ത്രത്തിൻ്റെ കറങ്ങുന്നതിനുള്ള എഫേർട്ട് കൂടി മോട്ടോർ എടുക്കണം. അതായത് മോട്ടോറിൻ്റെ ഷാഫ്റ്റ് എടുക്കണം, ആർമേച്ചർ കറങ്ങുന്ന സ്പീഡ് എടുക്കണം. അപ്പോൾ ആർമേച്ചർ കറങ്ങുന്ന സ്പീഡ് ഈ ഒരു ലോഡ് കണക്ട് ചെയ്ത് കഴിഞ്ഞാൽ കുറയുകയാണോ കൂടുകയാണോ ചെയ്യുന്നത്? തീർച്ചയായിട്ടും ആർമേച്ചർ കണക്ട് ചെയ്യുന്ന ആർമേച്ചറിൻ്റെ സ്പീഡ് എന്ന് പറഞ്ഞാൽ കുറയുകയാണ് ചെയ്യുക. കാരണം എന്താ, അതിന് നമ്മളിപ്പോൾ ആദ്യം നേരെ നടന്നുകൊണ്ടിരുന്ന അല്ലെങ്കിൽ നേരെ കറങ്ങിക്കൊണ്ടിരുന്ന ഒരു റോട്ടർ ഇപ്പോൾ എന്താ ചെയ്യുന്നത്, ഒരാളെയും കൂടി അതിന്മേൽ വെച്ചിട്ടാണ് തിരിയുന്നത്. അപ്പോൾ അയാളുടെ ഒരു ബലം കൂടി അല്ലെങ്കിൽ ഫോഴ്സ് കൂടി അവിടെ വരുന്നുണ്ടാവും. അപ്പോൾ അതിൻ്റെ സ്പീഡ് കൃത്യമായിട്ട് എന്തായാലും കുറയും. അപ്പോൾ ഈ ഒരു കാരണം കൊണ്ട് തന്നെ ഇൻഡക്ഷൻ മോട്ടോറിൻ്റെ ഏറ്റവും ഏറ്റവും കുറവ് സ്ലിപ്പ് കാണിക്കുന്ന സ്ഥലം എന്ന് പറഞ്ഞാൽ അല്ലെങ്കിൽ സമയം എന്ന് പറഞ്ഞാൽ ഇൻഡക്ഷൻ മോട്ടോർ ലോഡ് കൊടുക്കാത്ത സമയത്താണ്. നോ ലോഡ് സമയത്താണ് ഇൻഡക്ഷൻ മോട്ടോറിൽ ഏറ്റവും കുറവ് സ്ലിപ്പ് കാണിക്കുക. അപ്പോൾ അങ്ങനെ കാണിക്കാനുള്ള പ്രത്യേകത എന്ന് പറഞ്ഞാൽ ഈ ലോഡ് കൊടുക്കാത്ത സമയത്ത് ഇൻഡക്ഷൻ മോട്ടോറിന് എന്ത് മാത്രം കറക്കിയാൽ മതി, റോട്ടർ മാത്രം കറക്കിയാൽ മതി. അപ്പോൾ റോട്ടർ കറക്കണം എന്നുണ്ടെങ്കിൽ നമ്മൾ ചെറിയൊരു മെക്കാനിക്കൽ ഫ്രിക്ഷനും കാര്യങ്ങളൊക്കെ ഉണ്ട്. അപ്പോൾ അത് മാത്രം ഓവർകം ചെയ്താൽ മതി. അതായത് ചെറിയ നോ ലോഡ് കണ്ടീഷനിൽ ഏറ്റവും ചെറിയതായിരിക്കും സ്ലിപ്പ് എന്നുള്ളത്, ഏകദേശം 2% വരെയാണ് വരുന്നത്. അതുപോലെ തന്നെ ഈ ടോർക്ക് എന്നുള്ളത് നോ ലോഡ് സമയത്ത് ഇൻഡക്ഷൻ മോട്ടോർ തിരിയാൻ ഉപയോഗിക്കുന്ന ടോർക്ക് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ശരിക്കും എന്തിനാണ്, ഒരു മെക്കാനിക്കൽ ലോസ് ചെറുതായിട്ട് ആ മെഷീനിൽ ഉണ്ടായിരിക്കും.
അതിനെയും അതുപോലെ തന്നെ അതിൻ്റെ ഫ്രിക്ഷനെയൊക്കെ തരണം ചെയ്യാൻ ആവശ്യമായിട്ടുള്ള ടോർക്ക് മാത്രമായിരിക്കും അതിൽ ഇൻഡ്യൂസ് ആവുന്നത്. ഓക്കെ, ഇത്രയാണ് ഈ ഒരു സെഷനിൽ പറയുന്നത്. ഇനി അടുത്തത് പറയുന്നത് ഇനി റോട്ടറിൻ്റെ ഹാൻഡിൽ ചെയ്യുന്ന വിധവും അതുപോലെ തന്നെ സ്പീഡ് ഇൻക്രീസ് ചെയ്യുന്നതും കാര്യങ്ങളൊക്കെയാണ്. അപ്പോൾ ഇനി ഗ്രാഫിലേക്ക് നമ്മൾ കടക്കും. അപ്പോൾ അതിന് മുന്നേ ആദ്യം ഓരോ പോയിൻ്റ് ആയിട്ട് തന്നെ നമുക്ക് ഡിസ്കസ് ചെയ്യാം. ലോഡഡ് കണ്ടീഷനിൽ വരുന്ന സമയത്ത് നമ്മളെ ലോഡിനെ കൂടെ, ഞാൻ നേരത്തെ പറഞ്ഞ പോലെ ലോഡിനെ കൂടെ ആര് ഹാൻഡിൽ ചെയ്യണം? ഈ മോട്ടോറിൻ്റെ ആർമേച്ചർ കൺട്രോൾ ചെയ്യണം. അപ്പോൾ അതുകൊണ്ട് തന്നെ എന്താ സംഭവിക്കുക? സ്ലിപ്പ് ഇൻക്രീസ് ചെയ്യും. സ്ലിപ്പ് കോൺസ്റ്റൻ്റ് ആയി നിൽക്കില്ല. കാരണം സിങ്ക്രണസ് സ്പീഡ് എപ്പോഴും നമ്മൾ അപ്ലൈ ചെയ്ത വോൾട്ടേജിൻ്റെ അതേ വാല്യൂ ആയിരിക്കും. പക്ഷേ റോട്ടറിൻ്റെ ആക്ച്വൽ സ്പീഡ് കുറയുന്നതുകൊണ്ട് NS - N എന്നുള്ള ആ ഒരു ഭാഗം ചെറിയ വാല്യൂ ആവും, വലിയ വാല്യൂ ആവും. അപ്പോൾ എന്തുണ്ടാവും? അവിടെ സ്ലിപ്പിൻ്റെ വാല്യൂ വലുതാവും. അപ്പോൾ എന്താണ്? സ്ലിപ്പ് ഇൻക്രീസ് ചെയ്യും, കൂടുതലാവും. അപ്പോൾ തന്നെ ആക്ച്വൽ റോട്ടറിൻ്റെ ശരിക്കുള്ള സ്പീഡ് കുറയുകയും ചെയ്യും, ലോഡ് അതിനോട് കൊടുക്കുന്നതിനനുസരിച്ച്. അപ്പം മെക്കാനിക്കൽ ലോഡ് നമ്മൾ കൂട്ടിക്കഴിഞ്ഞാൽ സ്പീഡ് കുറവാവുന്നു, അതുപോലെ തന്നെ സ്ലിപ്പ് ഇൻക്രീസ് ചെയ്യുകയും ചെയ്യും. പക്ഷേ ഇൻഡക്ഷൻ മോട്ടറിൻ്റെ പ്രത്യേകത എന്ന് പറഞ്ഞാൽ സ്ലിപ്പിൽ എന്തെങ്കിലും ഇൻക്രീസ് വന്നു കഴിഞ്ഞാൽ, സ്ലിപ്പിൽ കൂടുതലായിട്ട് വന്നു കഴിഞ്ഞാൽ ഇൻഡക്ഷൻ മോട്ടോറിൽ ഉൽപ്പാദിപ്പിക്കുന്ന കറണ്ടിൻ്റെ അളവ് കൂടുതലാവും. അതായത് ഇവർ തമ്മിൽ ഒരു കോൺസ്റ്റൻറ്റ് സ്ലിപ്പ് എപ്പോഴും ഉണ്ടായിരിക്കണം. ആര് തമ്മിലാണ്? സിങ്ക്രണസ് സ്പീഡിൽ കറങ്ങുന്ന റൊട്ടേറ്റിംഗ് മാഗ്നറ്റിക് ഫീൽഡും അതിൻ്റെ കൂടെ കറങ്ങുന്ന റോട്ടറും തമ്മിൽ ഒരു ചെറിയ ഗ്യാപ്പ് ഉണ്ടല്ലോ. ആ ഗ്യാപ്പ് ഏകദേശം സെയിം ആയിട്ട് തന്നെ നിൽക്കണം. നമ്മൾ ലോഡ് കൊടുക്കുന്ന സമയത്ത് ഗ്യാപ്പ് വലുതാവും എന്നുള്ളത് ശരിയാണ്. പക്ഷേ എന്ത് ചെയ്യുന്നുണ്ട്? അപ്പോൾ അങ്ങനെ ഗ്യാപ്പിൽ വലുതാവുന്ന അല്ലെങ്കിൽ സ്ലിപ്പിൽ മാറ്റം വരുന്നുണ്ടെങ്കിൽ ഈ റോട്ടറിൽ വരുന്ന കണ്ടക്ടറിൻ്റെ കറണ്ടിൻ്റെ അളവ് വളരെ കൂടുതലായിട്ട് പെട്ടെന്ന് കൂടും. അപ്പോൾ കറണ്ടിൻ്റെ അളവ് കൂടിക്കഴിഞ്ഞാൽ കൂടുതൽ ടോർക്ക് ഉണ്ടാക്കുകയും ചെയ്യും. അപ്പോൾ ഈ ടോർക്ക് കൂടുതൽ ഉണ്ടാക്കുക എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ആ ലോഡിനെ കൂടി വലിക്കാനുള്ള ശക്തിയിലുള്ള ടോർക്ക് ആര് കൊടുക്കും? ഈ മെഷീനിന് ഇപ്പോൾ ഇൻഡ്യൂസ് ചെയ്ത കറണ്ട് അതിന് സപ്ലൈ ചെയ്യും. കറണ്ട് ഉള്ളത് കൊണ്ട് അത് സപ്ലൈ ആവും. അപ്പോൾ എന്താണ് നമ്മൾ പറയുന്നത്? സ്പീഡ് ടോർക്ക് അതുപോലെ തന്നെ സ്പീഡ്, സ്ലിപ്പ്, ക്യാരക്ടറിസ്റ്റിക്സ് ഒക്കെ പറയുന്ന സമയത്ത് ഇപ്പോൾ ലോഡ് കൊടുക്കുന്ന സമയത്ത് ഈ ഒരു മെഷീൻ്റെ സ്പീഡ് ലോഡ് അപ്ലൈ ചെയ്യുമ്പോൾ ഒന്ന് താഴും, പിന്നെ അത് സ്പീഡ് ഇൻക്രീസ് ചെയ്ത് വരും. അത് ആ ഒരു രീതിയിലാണ് ഇൻഡക്ഷൻ മോട്ടോർ വർക്ക് ചെയ്യുക എന്നുള്ളതാണ്. അപ്പോൾ നമ്മൾ ഇവിടെ കാണുന്ന ഈ ഗ്രാഫ് ഒന്ന് നോക്കിക്കഴിഞ്ഞാൽ എന്താണ്? ലോഡ് ഓരോ സെക്ഷനായിട്ട് ഇങ്ങനെ കാണിക്കുന്നുണ്ട്. അപ്പോൾ ലോഡ് ഇൻക്രീസ് ചെയ്യുന്നതിനനുസരിച്ച് സ്പീഡിലുണ്ടാവുന്ന മാറ്റം, ടോർക്കിലുണ്ടാവുന്ന മാറ്റം, സ്ലിപ്പിലുണ്ടാവുന്ന മാറ്റം, അതുപോലെ തന്നെ പിന്നെന്താണ്? ടോർക്ക്, സ്ലിപ്പ്, സ്പീഡ്, ഇത്രയും കാര്യങ്ങൾ 1 2 3 4 ഗ്രാഫുകൾ, 4 കാര്യങ്ങളാണ് കാണിച്ചിട്ടുള്ളത്. അപ്പോൾ ഓരോന്നിൻ്റെയും സ്പീഡിലുണ്ടാവുന്ന മാറ്റം ടോർക്കിലുണ്ടാവുന്ന മാറ്റം ആദ്യം നോക്കാം. ടോർക്കിലുണ്ടാവുന്ന മാറ്റം നോക്കിക്കഴിഞ്ഞാൽ മനസ്സിലാവുന്നുണ്ട് എന്താണ്? ലോഡ് കൂട്ടുന്നതിനനുസരിച്ച് ടോർക്ക് ചെറുതായിട്ട് കൂടി വരും. അതിനുള്ള കാരണം ഇതാണ്. ലോഡ് കൂട്ടുമ്പോൾ സ്ലിപ്പ് കൂടും, അതായത് ഗ്യാപ്പ് കൂടും. അപ്പോൾ ഗ്യാപ്പ് കൂടുമ്പോൾ ഈ കണ്ടക്ടർ ബാറിൻ്റെ ഉള്ളിൽ ഇൻഡ്യൂസ് ആവുന്ന കറണ്ടിൻ്റെ അളവ് കൂടും. കറണ്ടിൻ്റെ അളവ് കൂടുമ്പോൾ ടോർക്ക് കൂടും. അപ്പോൾ നമ്മൾ പതിയെ ലോഡ് ഇൻക്രീസ് ചെയ്യുകയാണെന്നുണ്ടെങ്കിൽ ടോർക്ക് പതിയെ ഇൻക്രീസ് ചെയ്ത് വരും. അതാണ് സ്ക്വിറൽ കേജ് ഇൻഡക്ഷൻ മോട്ടോറിൻ്റെ ടോർക്ക് ലോഡ് ക്യാരക്ടറിസ്റ്റിക്സ് വരുന്നത്. ഇനി അടുത്തതായിട്ട് സ്പീഡും ലോഡും തമ്മിൽ നോക്കാം. സ്പീഡ് എങ്ങനെയാണ് വരിക? നമ്മൾ ലോഡ് ചേർക്കുന്നതിനനുസരിച്ച് സ്പീഡ് കുറേശ്ശെ കുറയും, പിന്നെയും പക്ഷേ സ്പീഡ് ഒന്ന് ചെറുതായിട്ടൊന്ന് കൂടും. അത് അപ്പോൾ നമ്മൾ ഉദ്ദേശിക്കുന്നത് എത്രയാണ്? നമ്മൾ ചേർക്കുന്ന ലോഡിനനുസരിച്ച് അവിടെ പിന്നെയും എന്തുണ്ടായിക്കൊണ്ടിരിക്കുകയാണ്? സ്ലിപ്പ് വലുതാവുന്നുണ്ട്. സ്ലിപ്പ് വലുതായ കറണ്ട് വലുതാവുന്നു, ടോർക്ക് ഉണ്ടാവുന്നു. അപ്പോൾ സ്പീഡ് പിന്നെയും കുറച്ചൊന്നും കൂടി മെയിൻറ്റെയിൻ ചെയ്യും. അപ്പോൾ ഏകദേശം സ്പീഡ് കുറയുന്നുണ്ടെങ്കിലും സ്പീഡ് കുറയൂല. എന്താ ചെയ്യുക? ഒരു ലെവൽ വാല്യൂ വരെ ഇങ്ങനെ നിന്ന ശേഷം ഒരു ചെറിയ അളവിൽ മാത്രമേ കുറയുന്നുള്ളൂ. അപ്പോൾ അതുകൊണ്ട് തന്നെ നമുക്ക് ഇൻഡക്ഷൻ മോട്ടോർ എന്നുള്ളത് ഈ സ്ക്വിറൽ കേജ് ഇൻഡക്ഷൻ മോട്ടറിന് തന്നെ ഒരു കോൺസ്റ്റൻറ്റ് സ്പീഡ് ഡിവൈസ് ആണെന്ന് വേണമെങ്കിൽ നമുക്ക് പറയാനായിട്ട് പറ്റും. അപ്പോൾ ഈ രണ്ട് കാര്യങ്ങളാണ് സ്പീഡ് ടോർക്ക് കാര്യം പറഞ്ഞു. ഇനി അതുപോലെ തന്നെ സ്ലിപ്പ് നോക്കിക്കഴിഞ്ഞാൽ സാധാരണയായിട്ട് ലോഡ് കൂടുകയാണെന്നുണ്ടെങ്കിൽ സ്ലിപ്പ് കൂടും, അത്ര മാത്രമാണ് വരിക. പക്ഷെ സ്ലിപ്പ് കൂടുന്നുണ്ടെങ്കിലും
ടോർക്ക് അതിനനുസരിച്ച് മെയിൻറ്റെയിൻ ചെയ്യുന്നത് എങ്ങനെയാണ്, ആ സ്ലിപ്പിനനുസരിച്ച് പുതുതായിട്ട് കറണ്ട് കടത്തി വിടുന്നതിൻ്റെ അളവ് കൂടുന്നുണ്ട്. അപ്പോൾ അങ്ങനെ അത് അളവ് പിന്നെയും കൂടുന്ന സമയത്ത് പിന്നെയും കുറച്ചുകൂടി ടോർക്ക് കിട്ടും. അപ്പോൾ ടോർക്കും ലോഡും തമ്മിൽ ഡയറക്റ്റ്ലി റിലേഷനാണ്. അതായത് ലോഡ് കൂട്ടുന്നതിനനുസരിച്ച് ടോർക്ക് കൂടി വരും. പക്ഷെ സ്പീഡ് അങ്ങനെയല്ല, കുറച്ച് കൂടും പിന്നെ കുറയും അങ്ങനെ പതിയെ കുറഞ്ഞ് വരുന്ന രീതിയിലാണ്. ഏകദേശം ഒരു കോൺസ്റ്റൻറ്റ് വാല്യൂ ആണ്. അപ്പോൾ ഇത് അതുപോലെ തന്നെ സ്ലിപ്പ് എന്ന് പറഞ്ഞാലോ, സാധാരണ ലോഡ് കൊടുക്കുമ്പോൾ സ്ലിപ്പ് കൂടിയാണ് വരിക. അതുപോലെ തന്നെ സ്ലിപ്പ് ഇൻക്രീസ് ചെയ്ത് വരും. അപ്പോൾ ഒരു ഫുൾ ലോഡ് നോ ലോഡ് സെക്ഷനിൽ വരുന്ന ഒരു ഗ്രാഫാണ് ഇവിടെ കാണിച്ചിട്ടുള്ളത്. അപ്പോൾ ഇതിൻ്റെ ബാക്കി കാര്യങ്ങൾ ഇനി പറയാനുള്ളത് എന്താണ്, ഈ ഗ്രാഫിൽ നിന്ന് എക്സ്പ്ലെയിൻ ചെയ്യുന്ന കാര്യങ്ങളാണ്. അപ്പോൾ കണ്ടക്ടർ ബാസിൻ്റെ റെസിസ്റ്റൻസിനെ ഒക്കെ ഡിപ്പെൻഡ് ചെയ്തിട്ടുള്ള കാര്യങ്ങളൊക്കെയാണ് ഇനി പറയും. അപ്പോൾ ഈ സ്ക്വിറൽ കേജ് ഇൻഡക്ഷൻ മോട്ടർ റോട്ടറിൽ വൈൻഡിങ് ഇല്ല എന്നുള്ളത് ഞാൻ പറഞ്ഞു. വൈൻഡിങ്ങിന് പകരം എന്താണ്, തിക്ക് കണ്ടക്ടർ ബാസ് ഓഫ് എന്താണ് കോപ്പർ ആൻഡ് അലുമിനിയം ആർ കണക്റ്റഡ് എന്നാണ്. അതിൽ ചെറിയൊരു സ്പെല്ലിംഗ് മിസ്റ്റേക്ക് ഉണ്ട്. അപ്പോൾ കോപ്പറിൻ്റെയോ അല്ലെങ്കിൽ അലുമിനിയത്തിൻ്റെയോ ഒക്കെ സ്റ്റീൽ ബാർസ് തിക്ക് ബാർസ് എന്ത് ചെയ്യുന്നുണ്ടാവും, കണക്ട് ചെയ്ത് വെച്ചിട്ടുണ്ടാവും. അപ്പോൾ അങ്ങനെ ആവുന്ന സമയത്ത് റെസിസ്റ്റൻസ് ഈ സ്റ്റീൽ ബാർസ് കോപ്പർ ബാർസ് അല്ലെങ്കിൽ അലുമിനിയം ഉപയോഗിക്കൽ കുറവാട്ടോ, കോപ്പർ തന്നെയായിരിക്കും ഉപയോഗിക്കുക. ഈ കോപ്പർ ബാർസിന് എന്തുണ്ടായിരിക്കും, റെസിസ്റ്റൻസ് കുറവായിരിക്കും. അതുകൊണ്ട് തന്നെ ചെറിയ വോൾട്ടേജ് ഇൻക്രീസ് തന്നെ, ഇപ്പം നമ്മൾ പറഞ്ഞു സ്ലിപ്പ് ഇൻക്രീസ് ചെയ്യുന്ന സമയത്ത് ഇൻഡ്യൂസ് EMF വലുതാവുന്നുണ്ടെന്ന് പറഞ്ഞു. അപ്പോൾ ഇൻഡ്യൂസ് EMF കുറച്ച് അളവിൽ കൂടിയാൽ തന്നെ ഇവിടെ സിസ്റ്റത്തിൻ്റെ റെസിസ്റ്റൻസ് കുറച്ച് കുറവാണ്. അപ്പോൾ എന്തായാലും കൂടുതൽ കറണ്ട് ഒഴുകാൻ തുടങ്ങും. അപ്പോൾ ആ ഒരു കാര്യം കൊണ്ട് തന്നെ ചെറിയ ഇൻഡ്യൂസ് വോൾട്ടേജ് വരുമ്പോൾ തന്നെ കറണ്ടിൻ്റെ അളവ് കൂടുതലായിട്ട് വരും. ഇതാണ് കുറേ സ്പെല്ലിംഗ് മിസ്റ്റേക്സ് ഉണ്ട്, അത് ടൈപ്പിങ്ങിൽ വരുന്ന മിസ്റ്റേക്സ് ആണ്. അതൊന്ന് ശ്രദ്ധിക്കുക കേട്ടോ. പിന്നെ സ്മോൾ വോൾട്ടേജ് ഇൻക്രീസസ് ഇൻസൈഡ് ദ ക്രിയേറ്റ്സ് ഇൻ ദ കറണ്ട് എന്നല്ല, എ സ്മോൾ വോൾട്ടേജ് ഇൻക്രീസ് ഇൻസൈഡ് ദ കണ്ടക്ടർ ഇൻക്രീസസ് കറണ്ട് എന്നാണ് ഉദ്ദേശിക്കുന്നത്. കറണ്ട് അവിടെയും കൂടുമെന്നാണ് ഉദ്ദേശിക്കുന്നത്. അതുപോലെ തന്നെ നോ ലോഡിൽ നിന്ന് ഫുൾ ലോഡിലേക്ക് നീങ്ങുന്ന സമയത്ത് സ്പീഡിൻ്റെ അളവ് ചെറിയ തോതിലാണ് ഡിക്രീസ് ചെയ്ത് വരുന്നത്. അപ്പോൾ റോട്ടർ കറണ്ട് ചെറിയ തോതിൽ ഡിക്രീസ് ചെയ്യുന്നുണ്ട്. അതുപോലെ തന്നെ റോട്ടർ കറണ്ടും അതുപോലെ തന്നെ ചെറിയ തോതിൽ ഇൻക്രീസ് ആണ് വരിക. അതും കൂടെ ഒന്ന് ഓർത്ത് വയ്ക്കുക. പിന്നെ അതേപോലെ തന്നെ ഈ കാരണം കൊണ്ട് ഈ ഒരു ചെറിയ തോതിൽ സ്പീഡ് റോട്ടറിൻ്റെ സ്പീഡ് പതുക്കെ ഡിക്രീസ് ചെയ്യും. അതുപോലെ തന്നെ റോട്ടറിൽ വരുന്ന കറണ്ട് പതിയെ കൂടിയും വരുന്നതുകൊണ്ട് തന്നെ നമുക്ക് എന്ത് പറയാൻ പറ്റും, സ്ക്വിറൽ കേജ് ഇൻഡക്ഷൻ മോട്ടോർ സ്പീഡ് റെഗുലേഷൻ്റെ കാര്യത്തിൽ നല്ല കൃത്യമായിട്ടുള്ള ബിഹേവിയർ കാണിക്കുന്ന ആളാണ്. അതുകൊണ്ട് തന്നെ സ്പീഡ് കോൺസ്റ്റൻ്റ് ആയിട്ടുള്ള ഉപയോഗങ്ങൾക്കൊക്കെ സ്ക്വിറൽ കേജ് ഇൻഡക്ഷൻ മോട്ടറിനെ കൊണ്ട് സാധിക്കും. പിന്നെ മോട്ടോറിൽ പവർ അല്ലെങ്കിൽ ടോർക്കൊക്കെ കുറവാണ്, കോൺസ്റ്റൻറ്റ് സ്പീഡ് ഡിവൈസ് ആയിട്ട് പറയാൻ പറ്റും. പക്ഷേ സ്ലിപ്പിൽ കുറച്ച് വാല്യൂ ആണ് വരുന്നതുകൊണ്ട്, സ്ലിപ്പ് കുറച്ച് കൂടുതലായതുകൊണ്ട് തന്നെ എന്താണ് അതിൽ ടോർക്ക് കുറവായിരിക്കും. പിന്നെ സ്ലിപ്പിൻ്റെയും ഇതിൻ്റെയും കർവ് കാണിക്കുന്നുണ്ട്, അതൊന്ന് നോക്കാം നമുക്ക്. ടോർക്ക് കൂടുതൽ ആക്കി കഴിഞ്ഞാൽ സ്ലിപ്പ് കൂടും, അത് തന്നെ മെഷീൻ്റെ ലോഡ് ഇൻക്രീസ് ആവുന്നുള്ളത്. അത് ഈ 3 റിലേഷനുമാണ് ഇവിടെ നോക്കിക്കഴിഞ്ഞാൽ തന്നെ അറിയാം. സ്ലിപ്പ് കൂടുന്നതിനനുസരിച്ച് തന്നെയാണ് ടോർക്ക് കൂടുന്നത്. അതായത് ലോഡ് 1/4 ലോഡ്, 1/2 ലോഡ്, 3/4 ലോഡ്, ഫുൾ ലോഡ്. അപ്പോൾ ആ സെക്ഷനിൽ അങ്ങനെ ഇട്ട് കഴിഞ്ഞാൽ നോക്കിക്കഴിഞ്ഞാൽ എന്താണ്, ഒരു സ്ട്രെയിറ്റ് ലൈൻ ആയിട്ട് തന്നെ ടോർക്കും സ്ലിപ്പും പോകുന്നത്. അപ്പോൾ ടോർക്കും സ്ലിപ്പും പതിയെ ഇൻക്രീസ് ആവും ഈ ലോഡ് കൊടുക്കുന്നതിനനുസരിച്ച്. ഇത്രയും കാര്യങ്ങളാണ് ഈ ഒരു ഗ്രാഫിൽ നിന്ന് നമുക്ക് കാണാനുള്ളത്. ഇനി അടുത്ത് പറയാനുള്ളത് ടോർക്കും സ്ലിപ്പും റോട്ടർ റെസിസ്റ്റൻസും റോട്ടർ ഇൻഡക്റ്റൻസും തമ്മിലുള്ള വ്യത്യാസമാണ്. ഇപ്പോൾ നമ്മൾ പറഞ്ഞിട്ടുണ്ട് റോട്ടറിൽ EMF ഇൻഡ്യൂസ് ചെയ്യുകയാണെന്നുള്ളത്. അപ്പോൾ EMF ഇൻഡ്യൂസ് ചെയ്യുകയാണെന്നുണ്ടെങ്കിലും റോട്ടർ കമ്പികളാണ്, കോപ്പർ ബാർ ആണെങ്കിലും അതിനൊരു റെസിസ്റ്റൻസ് ഉണ്ടാവും, ഒരു ഇൻഡക്റ്റൻസ് ഉണ്ടായിരിക്കും. അപ്പോൾ ഇൻഡക്റ്റൻസ് ഉണ്ടാവാനുള്ള കാരണം എന്ന് വെച്ചാൽ EMF ഇൻഡ്യൂസ് ചെയ്യുകയാണ് അതിൽ ചെയ്യുന്നത്.
അതായത് ഇലക്ട്രോ മാഗ്നറ്റിക് ഇൻഡക്ഷൻ എന്നുള്ള പ്രോസസ്സ് വഴി ഇപ്പോൾ നമ്മൾ രണ്ട് കോയിലുകൾക്കിടയിൽ EMF ഇൻഡ്യൂസ് ചെയ്യുമ്പോൾ നമ്മളൊരു മ്യൂച്വൽ ഇൻഡക്റ്റൻസിൻ്റെ വാല്യൂം വെച്ചിട്ടും അതുപോലെ തന്നെ സെൽഫ് ഇൻഡക്റ്റൻസ് ഒരേ കോയിൽ തന്നെയാണെന്നുണ്ടെങ്കിൽ സെൽഫ് ഇൻഡക്റ്റൻസ് എന്നൊക്കെ പറയുന്നുണ്ട്. അപ്പോൾ അതേപോലെ ഇൻഡക്റ്റൻസ് വാല്യൂം റെസിസ്റ്റൻസ് വാല്യൂം കൊണ്ട് റോട്ടറിൻ്റെ എങ്ങനെയാണ് ഈ സ്പീഡ് ടോർക്കൊക്കെ സ്ലിപ്പൊക്കെ ഡിപ്പെൻഡ് ചെയ്തിരിക്കുന്നത് നോക്കാം. അപ്പോൾ ആദ്യം തന്നെ പറയുന്നത് ടോർക്കിനുള്ള ഒരു ഇക്വേഷനാണ്. ടോർക്കിനുള്ള ഇക്വേഷൻ എന്ന് പറഞ്ഞാൽ T എന്ന് പറഞ്ഞാൽ ടോർക്ക് സമം K∅S IR cos φ എന്നാണ്. അതിൽ K എന്ന് പറഞ്ഞാൽ ഒരു സാധാരണ കോൺസ്റ്റൻറ്റ് വാല്യൂ ആണ്. അത് ഈ ടോർക്കിൽ വരുന്ന മാറ്റങ്ങളെ സ്റ്റഡി ചെയ്യുന്നതിനുള്ള അതിനെ വിളിക്കുന്നതാണ് ടോർക്കിൽ ഉള്ള മാറ്റങ്ങളെ സ്റ്റഡി ചെയ്യുന്ന ഇക്വേഷൻ ആയതുകൊണ്ടാണ് ടോർക്ക് T=K∅S IR cos θ എന്ന് പറഞ്ഞത്. അതിൽ K ഒരു കോൺസ്റ്റൻ്റ് ആണ്. ∅S എന്ന് പറഞ്ഞാൽ നമ്മൾ കറണ്ട് കൊടുത്തിട്ട് നമ്മൾ ഉണ്ടാക്കുന്ന ഫ്ലക്സിൻ്റെ അളവിനെയാണ്. അത് വെബറിലാണ് പറയുക. പിന്നെ അതേപോലെ കറണ്ട് ആർമേച്ചറിലൂടെ അല്ലെങ്കിൽ റോട്ടറിലൂടെ ഒഴുകുന്ന കറണ്ടിൻ്റെ അളവ് എത്രയാണെന്നുള്ളത്. പിന്നെ അതേപോലെ തന്നെ cos φ എന്ന് പറഞ്ഞാൽ വോൾട്ടേജ് നമ്മൾ സപ്ലൈ ചെയ്തിട്ടുള്ള വോൾട്ടേജും കറണ്ടും തമ്മിലുള്ള ഫേസ് ഡിഫറൻസിൻ്റെ വാല്യൂ ആണ് cos φ എന്നുള്ളത്. അപ്പോൾ ഈ 3 കാര്യങ്ങളാണ് ഇവിടെ എന്ത് ചെയ്യുന്നത് കൊടുക്കാനുള്ളത്. അപ്പോൾ ഈ നോ ലോഡ് ടു ഫുൾ ലോഡ് കോൺസ്റ്റൻറ്റും ഇപ്പോൾ ആ ഇക്വേഷൻ നോക്കിക്കഴിഞ്ഞാൽ തന്നെ അറിയാം. നോ ലോഡ് ടു ഫുൾ ലോഡിൽ കോൺസ്റ്റൻറ്റും ∅Sഉം cos θയും ഇത് 3ഉം കോൺസ്റ്റൻ്റ് ആണ് അല്ലേ? കാരണം റോട്ടറിൽ ലോഡ് മാറുന്നതിനനുസരിച്ച് സീറോ ലോഡിൽ നിന്ന് നോ ലോഡിലേക്ക് ലോഡ് മാറുന്നതിനനുസരിച്ച് എന്തിൽ മാത്രമേ മാറ്റം വരുന്നുള്ളൂ? കറണ്ടിൽ മാത്രം. റോട്ടറിൽ വരുന്ന കറണ്ടിൻ്റെ അളവിൽ മാത്രമേ മാറ്റം വരുന്നുള്ളൂ. ബാക്കിയുള്ളതെല്ലാം കോൺസ്റ്റൻ്റ് ആണ്. അതുകൊണ്ട് തന്നെ റോട്ടർ കറണ്ടും ടോർക്കും ഡയറക്റ്റ്ലി പ്രൊപ്പോർഷണൽ നമുക്ക് പറയാൻ പറ്റും. അതായത് സ്ലിപ്പും ടോർക്കും ഡയറക്റ്റ്ലി റിലേറ്റഡ് ആണ്. റോട്ടർ കറണ്ട് ഇൻ ടേൺസ് വിൽ ഓൾവേസ് ഡയറക്റ്റ്ലി റിലേറ്റഡ് വിത്ത് ദ സ്ലിപ്പ് എന്നാണ് പറഞ്ഞത്. അപ്പോൾ അതിൻ്റെ വേരിയേഷൻ കാണിക്കുന്ന ഗ്രാഫാണ് ഈ കാണിച്ചിട്ടുള്ളത്. അപ്പോൾ ഈ ഗ്രാഫിൽ നോക്കിക്കഴിഞ്ഞാൽ സ്ലിപ്പും അതുപോലെ തന്നെ ഫുൾ ലോഡ് ടോർക്കിൻ്റെ വാല്യൂം പെർസെൻറ്റേജ് ഫുൾ ലോഡ് ടോർക്ക് എന്ന് പറഞ്ഞാൽ ഓരോ ലോഡിൻ്റെ ടോർക്ക് കാണിച്ചിട്ടുണ്ട്. 100 ആണ്. അതായത് ഫുൾ ലോഡ് ടോർക്കാണ് 100 എന്നുള്ളത്. അതിൻ്റെ മുകളിലേക്കുള്ളതാണ് പിന്നെ കാണിച്ചിട്ടുള്ളത്. അപ്പോൾ ആ ഒരു സെക്ഷനിൽ നോക്കിക്കഴിഞ്ഞാൽ ഈ ഒരു ഗ്രാഫിൽ നിന്ന് തന്നെ നമുക്ക് കാണാൻ പറ്റും. അതായത് ഫുൾ ലോഡ് ടോർക്കിനേക്കാളും കൂടുതൽ സ്ലിപ്പ് കൂടുന്നതിനനുസരിച്ച് വരുന്നുണ്ട്. അപ്പോൾ ഒരു മാക്സിമം വാല്യൂ ഓഫ് ഒരു ടോർക്ക് അവിടെ ഉണ്ടാകുന്നുണ്ട്. അത് ഫുൾ ലോഡിനേക്കാളും വലുതാണ്. അതായത് ഏകദേശം 250% വലിയ 250% ടോർക്ക് വരുന്നതിനാണ്. അപ്പോൾ അതിനെ നമ്മൾ വിളിക്കുന്നത് ബ്രേക്ക് ഡൗൺ ടോർക്ക് അല്ലെങ്കിൽ മാക്സിമം ടോർക്ക് എന്നാണ്. അപ്പോൾ ഈ മാക്സിമം ടോർക്ക് അല്ലെങ്കിൽ ബ്രേക്ക് ഡൗൺ ടോർക്ക് വരുന്ന സന്ദർഭത്തിൻ്റെ പ്രത്യേകതയാണ് ഇനി പറയാനുള്ളത്. ഇപ്പം നമ്മൾ പറഞ്ഞു ഈ കണ്ടക്ടർ ബാറിന് റെസിസ്റ്റൻസും ഇൻഡക്റ്റൻസും ഉണ്ടാവുന്നു. അപ്പോൾ നമ്മൾ ഈ പറയുന്ന റെസിസ്റ്റൻസും ഇൻഡക്റ്റൻസിൻ്റെ അളവ്, ഇൻഡക്റ്റൻസ് കാരണം ഉണ്ടാക്കുന്ന ഒരു റെസിസ്റ്റൻസ് ആണ് റിയാക്റ്റൻസ് എന്നുള്ളത്. അതായത് ഇൻഡക്റ്റീവ് റിയാക്റ്റൻസ് എന്നാണ് അതിന് പറയുക. അപ്പോൾ ഇൻഡക്ടർ കൊണ്ടുണ്ടാവുന്ന ഒരു റെസിസ്റ്റൻസ് ആണ് ഇൻഡക്റ്റീവ് റിയാക്റ്റൻസ്. അപ്പോൾ 2 റെസിസ്റ്റൻസുകളാണ് നമ്മുടെ കയ്യിലുള്ളത്. ഏതൊക്കെയാണ്? നോർമലായിട്ട് കണ്ടക്ടറിൻ്റെ റെസിസ്റ്റൻസും പിന്നെ അതിൻ്റെ ഇൻഡക്റ്റീവ് റിയാക്റ്റൻസും. അപ്പോൾ ഈ 2 കാര്യങ്ങളും കൂടി നമ്മൾ ആഡ് ചെയ്ത് കഴിഞ്ഞിട്ട് അതിൽ നിന്ന് വരുന്ന കറണ്ടിൻ്റെ അളവ് വെച്ചിട്ടാണ് നമ്മൾ എന്ത് പറയുന്നത്? മാക്സിമം ടോർക്ക് പറയുന്നത്. അപ്പോൾ മാക്സിമം ടോർക്ക് ഉണ്ടാകുന്ന സിറ്റുവേഷനിൽ ഈ 2 വാല്യൂം റോട്ടർ റെസിസ്റ്റൻസും പിന്നെ രണ്ടാമതായിട്ട് വരുന്ന ഇൻഡക്റ്റീവ് റിയാക്റ്റൻസും റോട്ടർ ഇൻഡക്റ്റീവ് റിയാക്റ്റൻസും ഏകദേശം ഏകദേശം സെയിം ആയിരിക്കും. അതുകൊണ്ട് തന്നെയാണ് എന്ത് സംഭവിക്കുന്നത്? ഇവിടെ മാക്സിമം ടോർക്ക് ഉണ്ടാവാനുള്ള ചാൻസ്. അപ്പോൾ ഈ ഒരു ഫുൾ ലോഡ് ടോർക്ക് കഴിഞ്ഞിട്ട് മാക്സിമം ടോർക്ക് വരുന്ന വരെ ആ ഒരു ലെവൽ വരെയായിരിക്കും എപ്പോഴും ഒരു AC ഇൻഡക്ഷൻ മോട്ടോർ വർക്ക് ചെയ്യുന്നത്. അപ്പോൾ കാരണം എന്താ വെച്ചാൽ അതിൻ്റെ താഴെയുള്ള ലെവലുകളിൽ മാത്രം നമുക്ക് വർക്ക് ചെയ്യിച്ചാൽ മതി. സ്ലിപ്പ് വളരെ കുറവുള്ളതിൽ മാത്രം നമുക്ക് വർക്ക് ചെയ്യിച്ചാൽ മതി നമ്മളെ ഉപയോഗത്തിനനുസരിച്ച്. അപ്പോൾ അതുകൊണ്ട് തന്നെ ഈ ഒരു താഴ്ന്ന ലെവലിലായിരിക്കും സ്ലിപ്പിൻ്റെ അളവ് 20% എന്നാണ് ഇവിടെ എഴുതിയുള്ളത്. സ്ലിപ്പിൻ്റെ അളവ് ഒരു 5%, 7%, 8% വരെയൊക്കെയാണ് കൂടുതലായിട്ട് ഈ ഇൻഡക്ഷൻ മോട്ടോർ വർക്ക് ചെയ്യുന്നത്. പിന്നെ
റോട്ടർ ഫ്രീക്വൻസിയിൽ ഇപ്പോൾ ഇവിടെ ഒരു ഗ്രാഫിൽ തന്നെ ഒരു താഴ്ച കാണുന്നുണ്ട്. മാക്സിമം ടോർക്ക് ഫ്രീക്വൻസിയിൽ നിന്ന് പിന്നെ കുത്തനെ ഒരു ഇടിവാണ് കാണുന്നത് വലതുവശത്തേക്ക്. അതിന് കാരണം എന്താണെന്ന് വെച്ചാൽ നമ്മൾ പിന്നെയും ലോഡ് കൂട്ടി കൊടുത്തു കഴിഞ്ഞാൽ ഈ ലോഡിൻ്റെ കാരണം കൊണ്ട് ഇൻഡക്ഷൻ മോട്ടോർ അൺസ്റ്റേബിൾ ആവും. അതായത് ഇൻഡക്ഷൻ മോട്ടോർ കൃത്യമായിട്ട് വർക്ക് ചെയ്യില്ല. അതുകൊണ്ടാണ് ഈ ഒരു ഗ്രാഫ് കാണിക്കുമ്പോൾ തന്നെ അത് കുറേ നല്ല പീക്കിൽ വരുമ്പോൾ നല്ല മാക്സിമമായി പിന്നെ അതൊരു ഡിസ്റ്റോർട്ടഡ് ആയിട്ട് പോയതായിട്ട് കാണിക്കുന്നു. അപ്പോൾ ഈ ഒരു ഏറ്റവും എൻഡിൽ വരുന്ന പോയിന്റിനാണ് സ്റ്റാർട്ടിംഗ് ടോർക്ക് എന്ന് പറയുന്നത്. അതുപോലെ തന്നെ 100% വരുന്ന സമയത്താണ് ഫുൾ ലോഡ് ടോർക്ക് എന്നുള്ളത് പറയുന്നത്. ഇത്രയും കാര്യങ്ങളാണ് ഇവിടെ ഡിസ്കസ് ചെയ്യുന്നത്. ഇനി അടുത്തത് ഗ്രാഫിൽ നിന്നുള്ള കാര്യങ്ങൾ ഞാനിപ്പോൾ നേരത്തെ പറഞ്ഞ പോലെ തന്നെ ടോർക്കിൻ്റെ മാക്സിമം വാല്യൂ ഉണ്ടായിരിക്കും. പിന്നെ ഇതിലൊരു പുതിയ കാര്യം കൂടി ചേർക്കാനുള്ളത്, റോട്ടർ റിയാക്റ്റൻസോ റോട്ടർ ഇമ്പിഡൻസോ ഒക്കെ ഇൻക്രീസ് ചെയ്ത് കഴിഞ്ഞാൽ എന്താ പ്രശ്നം ഉണ്ടാവുമെന്ന് വെച്ചാൽ റോട്ടർ റിയാക്റ്റൻസോ റോട്ടർ ഇമ്പിഡൻസോ ഇൻക്രീസ് ചെയ്ത് കഴിഞ്ഞാൽ എന്ത് സംഭവിക്കും? റോട്ടറിൻ്റെ അതിലൂടെ ഉണ്ടാവുന്ന കറണ്ടിൻ്റെ അളവിൽ മാറ്റം വരും. അപ്പോൾ ആ വാല്യൂ എങ്ങനെയാണ് മാറ്റം വരിക എന്നുള്ളത് രണ്ട് തരത്തിലാണ് ഇതിനെ ഡിപ്പെൻഡ് ചെയ്യുന്നത്. അതായത് റോട്ടർ റിയാക്റ്റൻസ് കൂടിക്കഴിഞ്ഞാൽ രണ്ട് തരത്തിലാണ് ഡിപ്പെൻഡ് ചെയ്യുന്നത്. അത് ആദ്യത്തേന്ന് പറഞ്ഞാൽ പവർ ഫാക്ടർ ഡിക്രീസ് ആവും. പവർ ഫാക്ടർ എന്ന് പറഞ്ഞാൽ കോസ് ഫൈ എന്നുള്ളൊരു കമ്പോണൻ്റാണ് പവർ ഫാക്ടർ എന്നുള്ളത്. പവർ ഫാക്ടർ കുറഞ്ഞു കഴിഞ്ഞാൽ നമ്മൾ ഇപ്പോൾ മോട്ടർ കൊണ്ട് ഉപയോഗിക്കുന്ന അല്ലെങ്കിൽ മോട്ടോർ ഉപയോഗിക്കാൻ വേണ്ടി നമ്മൾ വൈദ്യുതി എടുക്കുന്നുണ്ട്. അപ്പോൾ ആ വൈദ്യുതിയിൽ നമ്മൾ ഈ ലോഡാണ് കണക്ട് ചെയ്യുന്നത്. മോട്ടർ എന്നുള്ളത് ലോഡായിട്ടാണ് കണക്ട് ചെയ്യുക. അപ്പോൾ അതിൽ പവർ ഫാക്ടർ കുറവാണെന്ന് പറഞ്ഞാൽ നമുക്ക് ഒരുപാട് വൈദ്യുതി നഷ്ടങ്ങളുണ്ടാവും. അപ്പോൾ അത് നമുക്ക് നികത്താനായിട്ട് നമുക്ക് എന്ത് ചെയ്യാം? ഈ റോട്ടർ റിയാക്റ്റൻസിൻ്റെ അളവ് കൂടാനായിട്ട് പാടില്ല. ഒരു നിശ്ചിത കോൺസ്റ്റൻ്റ് അളവിലായിട്ട് സെറ്റ് ചെയ്യണം. പിന്നെ അതേപോലെ തന്നെ പവർ ഫാക്ടർ പവർ ഫാക്ടർ കാണാൻ കഴിയില്ല എന്ന് പറഞ്ഞു. പവർ ഫാക്ടർ അപ്പോൾ ലാഗിങ് ആയിട്ട് മാറും. കാരണം ഇൻഡക്റ്റീവ് സ്വഭാവം കൂടുതലാവുന്ന സമയത്ത് മെഷീനുകളിൽ വരുന്ന പവർ ഫാക്ടർ ലാഗിങ് ആയിട്ടാണ് മാറുന്നത്. ഓക്കെ, അപ്പോൾ ഇത്രയും കാര്യങ്ങളാണ് ഈ ഗ്രാഫിൽ നിന്ന് പറയാനുള്ളത്. അതിൻ്റെ കൂടെയാണ് നമ്മളിനി റോട്ടർ റെസിസ്റ്റൻസിൻ്റെയും അതുപോലെ തന്നെ ടോർക്ക് സ്ലിപ്പ് ക്യാരക്ടറിസ്റ്റിക്സ് എങ്ങനെയായിരിക്കും എന്നുള്ളത് നോക്കുന്നത്. ഓരോ റോട്ടർ റെസിസ്റ്റൻസിൻ്റെ ഡിഫറെൻറ്റ് ടൈപ്സ് ഓഫ് റോട്ടേഴ്സിൻ്റെ റെസിസ്റ്റൻസിൽ വരുന്ന ഗ്രാഫാണ് വരച്ചുള്ളത്. അതിൽ നോക്കിയാൽ തന്നെ അറിയാം RX എന്ന് എഴുതിയിട്ടുണ്ട്. അതായത് ഇൻഡക്റ്റീവ് റിയാക്റ്റൻസും റെസിസ്റ്റൻസും മാറുന്നതിനനുസരിച്ച് ഈ സ്ലിപ്പിൽ വരുന്ന മാറ്റവും അതുപോലെ തന്നെ അല്ലെങ്കിൽ മാക്സിമം ടോർക്ക് കിട്ടാനായിട്ട് എത്രത്തോളം മാറ്റം വരുത്തണം, നമ്മൾ കൊടുക്കേണ്ട വോൾട്ടേജിൽ മാറ്റം വരുത്തണം, അല്ലെങ്കിൽ നമ്മൾ കൊടുക്കുന്ന സ്ലിപ്പിൽ എത്ര ചേഞ്ച് വരുത്തണം എന്നുള്ളതിൻ്റെയൊക്കെ അടിസ്ഥാനത്തിലാണ് ഈ ഒരു ഗ്രാഫ് നമുക്ക് കിട്ടുന്നത്. അപ്പോൾ റോട്ടർ റെസിസ്റ്റൻസും ടോർക്കും സ്ലിപ്പും തമ്മിലുള്ള റിലേഷൻ എന്ന് പറഞ്ഞാൽ ഇത്രയാണ്. റോട്ടർ റെസിസ്റ്റൻസിൻ്റെ വാല്യൂ ഇൻക്രീസ് ചെയ്യുന്നതിനനുസരിച്ച് നമുക്ക് വലിയ ഫ്ലാറ്റ് കർവുകളാണ് കിട്ടുക. അതായത് സ്ലിപ്പ് ലാർജുള്ള കർവുകൾ കിട്ടാനായിട്ട് ചാൻസ് ഉണ്ട്. പിന്നെ റോട്ടർ റെസിസ്റ്റൻസിൻ്റെ അളവാണ് കൂടുതലെങ്കിൽ ഇൻഡക്റ്റീവ് റിയാക്റ്റൻസിൻ്റെ അളവ് കുറവാണെന്നുണ്ടെങ്കിൽ ആ സന്ദർഭങ്ങളിൽ റോട്ടർ റെസിസ്റ്റൻസിൻ്റെ അളവ് കുറവും ഇൻഡക്റ്റീവ് റിയാക്റ്റൻസിൻ്റെ അളവ് മാറാതെ ഇങ്ങനെ നിൽക്കുകയാണെന്നുണ്ടെങ്കിൽ അപ്പോഴും അത് അതിനേക്കാൾ ഒരു ചെറിയ ഗ്രാഫായിട്ടാണ് കാണുന്നത്. അപ്പോൾ ഇങ്ങനെയാണ് റോട്ടർ റെസിസ്റ്റൻസിൻ്റെ അളവും അല്ലെങ്കിൽ ഇമ്പിഡൻസിൻ്റെ അളവും വെച്ചിട്ട് ടോർക്ക് സ്ലിപ്പ് കേർവ്സ് നമ്മൾ നോക്കേണ്ടത്. ഓക്കെ, അതിൽ ഓരോ പോയിൻ്റായിട്ട് ഇവിടെ എഴുതിയിട്ടുണ്ടെന്നാണ്. ഷെയ്ഡഡ് പോർഷൻ ആയിരിക്കും എപ്പോഴും കൃത്യമായിട്ടൊരു മെഷീൻ വർക്ക് ചെയ്യേണ്ട, ഇൻഡക്ഷൻ മോട്ടോർ വർക്ക് ചെയ്യേണ്ട പൊസിഷൻ എന്നുള്ളത്. കാരണം സ്ലിപ്പ് അത്രയും കുറവായിട്ടുള്ള രീതിയിൽ കോൺസ്റ്റൻ്റ് ആയിട്ട് മാത്രം എപ്പോഴും എന്ത് ചെയ്യാൻ പറ്റുള്ളൂ, ഈ ഒരു മെഷീനിന് ഓപ്പറേറ്റ് ചെയ്യാൻ പറ്റുള്ളൂ. പിന്നെ ഇൻഡക്ഷൻ മോട്ടറിൻ്റെ എന്നുള്ള കർവ് കാണിക്കുന്നത് 1 ഓമിൻ്റെയും 8 ഓമിൻ്റെയും റെസിസ്റ്റൻസും ഇൻഡക്റ്റീവ് റിയാക്റ്റൻസും ഒക്കെ വെച്ചിട്ടാണെന്നുള്ള കാര്യങ്ങളൊക്കെയാണ് പറയുന്നത്. അപ്പോൾ അങ്ങനെ ഇൻഡക്റ്റീവ് റിയാക്റ്റൻസ് കോൺസ്റ്റൻ്റ് ആക്കി നിർത്തിക്കൊണ്ട് റോട്ടർ റെസിസ്റ്റൻസ് മാറുന്നതിനനുസരിച്ച് എന്ത് മാറുന്നുണ്ട്? ബ്രേക്ക് ഡൗൺ ടോർക്കിൽ വരുന്ന മാറ്റം ശ്രദ്ധിക്കുക. ബ്രേക്ക് ഡൗൺ ടോർക്ക് റെസിസ്റ്റൻസ് കുറവാകുന്ന സമയത്ത് ബ്രേക്ക് ഡൗൺ ടോർക്ക് ഇവിടെ ഏറ്റവും അടുത്തായിരുന്നു, സ്ലിപ്പ് 1-ലായിരുന്നു. പിന്നെ അതിൻ്റെ അളവിൽ വരുന്ന മാറ്റം എന്നല്ല, പിന്നെ സ്ലിപ്പ് ഏകദേശം 0ൻ്റെ അടുത്തുള്ള ആയിട്ടാണ് കാണിക്കുന്നത്, അല്ലെങ്കിൽ 0.1 സ്ലിപ്പിൻ്റെ അടുത്തായിട്ടാണ് കാണിക്കുന്നത്.
പിന്നെ നമ്മൾ പിന്നെയും ഇൻക്രീസ് ചെയ്യുന്ന സമയത്ത് നോക്കിക്കഴിഞ്ഞാൽ എന്താണ് സംഭവിക്കുന്നത്, സ്ലിപ്പിൻ്റെ വാല്യൂ കൂടി കൂടി വരുന്നുണ്ട്. അപ്പോൾ നേരത്തെ നമ്മൾ പറഞ്ഞ പോലെ തന്നെ സ്ലിപ്പിൻ്റെ വാല്യൂ കൂടുന്നതിനനുസരിച്ച് അല്ലെങ്കിൽ റെസിസ്റ്റൻസിൻ്റെ വാല്യൂ കൂടുന്നതിനനുസരിച്ചും സ്ലിപ്പിൻ്റെ വാല്യൂ കൂടി കൂടി വരും. ഇത്രയാണ് ഈ ഒരു സെഷനിൽ പറഞ്ഞത്. പിന്നെ ഇനി നമ്മൾ നേരത്തെ കണ്ടിട്ടുള്ള 2-3 ടേംസിൻ്റെ ഡിസ്ക്രിപ്ഷനാണ്. ബ്രേക്ക് ഡൗൺ ടോർക്ക് എന്താണെന്നുള്ളത്. ഇപ്പോൾ നമ്മൾ ഈ പറഞ്ഞിട്ടുള്ള ഈ ഗ്രാഫിൽ ബ്രേക്ക് ഡൗൺ ടോർക്ക് പറയുന്നുണ്ട്. അതായത് സ്ലിപ്പിൻ്റെ അളവ് വലുതാവും. ലാർജ് സ്ലിപ്പുള്ള ഒരു കേസിൽ എന്താ സംഭവിക്കുന്നത്, ഇമ്പിഡൻസ് എന്നുള്ള സംഗതിയിൽ 2 ആൾക്കാർ വരുന്നുണ്ട്, റെസിസ്റ്റൻസും ഇൻഡക്റ്റീവ് റിയാക്റ്റൻസും. അപ്പോൾ ഈ ഇൻഡക്റ്റീവ് റിയാക്റ്റൻസും റെസിസ്റ്റൻസും ഒരു കോൺസ്റ്റൻ്റ് ആയി നിൽക്കുന്ന സമയത്താണ്, അല്ലെങ്കിൽ ഈക്വലായി നിൽക്കുന്ന സമയത്താണ് മാക്സിമം ടോർക്ക് ഉണ്ടാവുക. ആ നിമിഷത്തിനാണ് മാക്സിമം ടോർക്ക് എന്ന് വിളിക്കുന്നത്. പിന്നെ അതേപോലെ അടുത്തത് പറയുന്നത് സ്റ്റാർട്ടിംഗ് ടോർക്ക് എന്നുള്ളത്. സ്റ്റാർട്ടിംഗ് ടോർക്ക് എന്ന് വെച്ചാൽ ഏറ്റവും എൻഡ് പൊസിഷനിൽ, ഇവിടെ നോക്കിക്കഴിഞ്ഞാൽ ഏറ്റവും എൻഡ് പൊസിഷനിൽ കാണിക്കുന്നതിനാണ് സ്റ്റാർട്ടിംഗ് ടോർക്ക് എന്ന് പറയുന്നത്. അപ്പോൾ ഈ മാക്സിമം ബ്രേക്ക് ഡൗൺ ടോർക്കിൻ്റെ താഴെ ഈ മെഷീൻ ഓപ്പറേറ്റ് ചെയ്യില്ല. അപ്പോൾ ഓപ്പറേറ്റ് ചെയ്യാൻ പോയി കഴിഞ്ഞാൽ എന്തുണ്ടാവും, ഈ മെഷീൻ തകരാറിലാവും, മീൻസ് അത് ബാലൻസ് അല്ലാതായി കേടുവന്ന് പോകാനുള്ള ചാൻസ് ഉണ്ട്. അപ്പോൾ ഇൻഡക്ഷൻ മോട്ടോർസ് എപ്പോഴും എന്തായിരിക്കും, ഹൈ റോട്ടർ റെസിസ്റ്റൻസ് ഇൻക്ലൂഡ് ചെയ്ത് കഴിഞ്ഞാൽ അവർക്ക് നമുക്ക് ഹൈ ടോർക്കും കൊടുക്കേണ്ടി വരും, സ്റ്റാർട്ട് ചെയ്യാൻ കുറേ സമയം എടുക്കേണ്ടി വരും. അപ്പോൾ അങ്ങനത്തെ പ്രശ്നങ്ങളൊക്കെ ഈ ഒരു സ്റ്റാർട്ടിംഗ് ടോർക്കിൻ്റെ കാരണം ഉണ്ട്. പിന്നെ ഇനി അടുത്തത് റണ്ണിങ് ടോർക്ക് എന്നാണ്. നോർമലി ഇൻഡക്ഷൻ മോട്ടോർ വർക്ക് ചെയ്യുന്ന പോർഷനെയാണ് റണ്ണിങ് ടോർക്ക് എന്ന് പറയുന്നത്. അതാണ് ആ ഷെയ്ഡഡ് ഉള്ള പോർഷൻ. നമ്മൾ ഗ്രാഫിൽ ഷെയ്ഡ് കൊടുത്തിരിക്കുന്ന സ്ഥലത്തിനെയാണ് റണ്ണിങ് പോർഷൻ എന്ന് പറയുന്നത്. പിന്നെ സ്ക്വിറൽ കേജ് ഇൻഡക്ഷൻ മോട്ടോറിൻ്റെ സാധാരണ റെസിസ്റ്റൻസുകൾ കുറവായതുകൊണ്ട് തന്നെ നമുക്ക് കുറച്ചും കൂടി വിശാലമായിട്ടുള്ള റോട്ടർ റെസിസ്റ്റൻസിൽ കുറവുള്ളതുകൊണ്ട് വിശാലമായിട്ടുള്ള എന്ത് കിട്ടും, റണ്ണിങ് ടോർക്കുകൾ നമുക്ക് കിട്ടും. അപ്പോൾ റോട്ടർ റെസിസ്റ്റൻസ് കൂടുന്നതിനനുസരിച്ച് ടോർക്കിൻ്റെ അളവ് അവിടെ കുറഞ്ഞു വരും. അപ്പോൾ ടോർക്ക് നമുക്ക് കൂട്ടണമെന്നുണ്ടെങ്കിൽ റോട്ടർ റെസിസ്റ്റൻസ് കുറയ്ക്കുക എന്നുള്ളത് നിർബന്ധമാണ്. അപ്പോൾ എത്രത്തോളം കുറയ്ക്കാൻ പറ്റുമോ അത്രത്തോളം കുറയ്ക്കുക. മാക്സിമം റെഡ്യൂസ് ചെയ്യുന്ന രീതിയിൽ വേണം എപ്പോഴും റോട്ടർ റെസിസ്റ്റൻസ് വെക്കാൻ വേണ്ടിയിട്ട്. പിന്നെ ഈ ഒരു കാരണം കൊണ്ട് തന്നെ ഒറ്റ സ്ക്വിറൽ കേജ് ഇൻഡക്ഷൻ മോട്ടോർ പ്രവർത്തിക്കുക എന്നുള്ളത് കുറച്ച് ബുദ്ധിമുട്ടാണ്. അപ്പോൾ അത് ഒരു ഡബിൾ സെറ്റായിട്ടാണ് എപ്പോഴും ഇൻഡക്ഷൻ മോട്ടോറുകൾ പ്രവർത്തിക്കുക. അങ്ങനെ ആകുമ്പോഴാണ് ഞാൻ നേരത്തെ പറഞ്ഞു റെസിസ്റ്റൻസ് ലോ ആണെന്നുള്ളത്. റെസിസ്റ്റൻസ് ലോ ആയിക്കഴിഞ്ഞാൽ അവർ പ്രൊഡ്യൂസ് ചെയ്യുന്ന ടോർക്കിൻ്റെ അളവ് സാറ്റിസ്ഫാക്ടറി ആയിരിക്കില്ല. അപ്പോൾ ആ ടോർക്കിൻ്റെ അളവ് മെയിൻറ്റെയിൻ ചെയ്യാൻ വേണ്ടിയിട്ടാണ് ഡബിൾ ഓപ്പറേഷൻ ചെയ്യുന്നത്. എന്തിൻ്റെ മുകളിൽ, ഈ സ്ക്വിറൽ കേജ് ഇൻഡക്ഷൻ മോട്ടറിൻ്റെ വെച്ചിട്ട്. അപ്പോൾ രണ്ടെണ്ണം ആകുമ്പോൾ നമുക്ക് സാറ്റിസ്ഫാക്ടറി ആയിട്ടുള്ള ടോർക്കും കിട്ടും, അതിനനുസരിച്ചുള്ള റോട്ടർ റെസിസ്റ്റൻസിൻ്റെ അളവ് കുറയുകയും ചെയ്യും. അങ്ങനെ നമുക്ക് ചെയ്യാനായിട്ട് പറ്റും. ഇനി സ്ക്വിറൽ കേജ് ഇൻഡക്ഷൻ മോട്ടർ എവിടെയാണ് അപ്ലിക്കബിൾ ആയിട്ടുള്ളതെന്ന്, അപ്പോൾ സാധാരണയായിട്ട് ടെക്സ്റ്റൈൽ ഇൻഡസ്ട്രീസിൽ കൂടുതലായിട്ട് ഉപയോഗിക്കുന്നുണ്ട്. അതേപോലെ ഫെയറി ഹൈ എഫിഷ്യൻസി ആണ്, അതുപോലെ തന്നെ കോസ്റ്റ് കുറവാണ്, റോബസ്റ്റ് കൺസ്ട്രക്ഷൻ ആണ് എന്നുള്ള കാരണം കൊണ്ട് തന്നെ ഇത് ഉപയോഗിക്കാനും ഇതിൻ്റെ മീൻസ് ഇത് മെയിൻ്റെനൻസ് ചിലവ് കുറവാണ്. ഇതുകൊണ്ടും ഇത് ഉപയോഗിക്കാനുള്ള ഈസിനെസ് കൊണ്ടൊക്കെ ഭയങ്കര വൈഡായിട്ട് ഇത് ഉപയോഗിക്കുന്നുണ്ട്. മോട്ടോർ പമ്പുകളിലൊക്കെ കുറേ അങ്ങനത്തെ ഡിവൈസസിലൊക്കെയാണ് ഇത് എന്ത് ചെയ്യുന്നത്, സ്ക്വിറൽ കേജ് ഇൻഡക്ഷൻ മോട്ടോർ ഉപയോഗിക്കുന്നത്. പിന്നെ ഇൻഡക്ഷൻ മോട്ടോർ അതുപോലെ തന്നെ ടെക്സ്റ്റൈൽ ഇൻഡസ്ട്രികളിൽ ഉപയോഗിക്കും. അതായത് ടോർക്ക് കൃത്യമായിട്ട് വേണ്ട സ്ഥലത്ത് ഡബിൾ ഓപ്പറേഷൻ ചെയ്തിട്ടുള്ള സ്ക്വിറൽ കേജ് ഇൻഡക്ഷൻ മോട്ടോഴ്സ് ഉപയോഗിക്കുന്നുണ്ട്. ഓക്കെ, താങ്ക് യു ഓൾ.